പരിശുദ്ധാത്മാവിൽ നിറയുക. ബി ഫിൽഡ് വിത്ത് ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. നമ്മളെ യേശുക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞ് ഈസ്റ്ററെല്ലാം ആഘോഷിച്ച് കഴിഞ്ഞിരിക്കുന്ന കാലങ്ങളിൽ നമ്മൾ ഇതുവരെ ക്രിസ്തു ചെയ്തിട്ടുള്ളതിനെക്കുറിച്ച് പഠിച്ചു കഴിയുമ്പം ക്രിസ്തു എന്താണ് ഭൂമിയിൽ ചെയ്തതെന്ന് നമ്മൾ മനസ്സിലാക്കി. നമ്മളെ വീണ്ടെടുത്തു അവൻ്റെ രക്തത്താൽ. ഇനിയും കുറച്ച് ജോലികളുണ്ട്. യേശു എന്താണ് ചെയ്തത്, അതെങ്ങനെ ചെയ്തു എന്നുള്ളത് അപ്പോസ്തലപ്രവൃത്തി 10:38 ഇങ്ങനെ പറയുന്നുണ്ട്. നസ്രായനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തതും ദൈവം അവനോടുകൂടെ ഇരുന്നത് കൊണ്ട് അവൻ നന്മ ചെയ്തും പിശാച് ബാധിച്ചവരൊക്കെയും സൗഖ്യമാക്കിയും കൊണ്ട് സഞ്ചരിച്ചതുമായ വിവരം തന്നെ നിങ്ങൾ അറിയുന്നുവല്ലോ. അപ്പോൾ യേശുക്രിസ്തു ജീവിച്ചിരുന്ന കാലത്ത് ക്രിസ്തു പോലും തൻ്റെ വലിയ പ്രവൃത്തികൾ ചെയ്തത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിലാണ്. യേശുക്രിസ്തു പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകമുണ്ട്. അപ്പോൾ കർത്താവിൻ്റെ അഭിഷേകം വരാതെ രോഗസൗഖ്യമോ അല്ലെങ്കിൽ ഈവൻ ട്രാൻസ്ഫോർമേഷൻ, മാനസാന്തരമോ, നമ്മൾ ഈ നോയമ്പിനൊക്കെ എല്ലാവരോടും പാപബോധം വേണം, മാനസാന്തരം വരണം. മോശ 40 ദിവസം ദൈവത്തിൻ്റെ കൂടെ ഇരുന്നു. മോശ ഏലിയാവും 40 ദിവസം നോറ്റു. ആകൽക്കർസായ ജയിച്ചു, അതായത് പിശാചിനെ ജയിച്ചു. നമ്മുടെ കർത്താവ് 40 ദിവസം ഉപവസിച്ചു, അങ്ങനെ പിശാചിൻ്റെ തന്ത്രത്തെ ജയിച്ചു എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ അതിന് പുറയിലുള്ള ശക്തി പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവെന്ന് പറയുന്നത് എന്താ? ദൈവത്തിൻ്റെ ആത്മാവ് തന്നെയാണ്. അപ്പോൾ പല ആത്മാക്കളുണ്ട്, പക്ഷെ ദൈവത്തിൻ്റെ ആത്മാവിന് ക്രിസ്തുവിലുള്ള പരിശുദ്ധാത്മാവ് അതുകൊണ്ടാണ് യേശു ക്രിസ്തു ബാപ്റ്റിസം കഴിഞ്ഞ് വെള്ളത്തിൽ നിന്ന് പൊങ്ങി വരും, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, ഇവന് ചെവി കൊടുപ്പീൻ എന്ന് പിതാവാം ദൈവം പറയുന്നു. ക്രിസ്തു ജീവിതകാലത്തിൽ പരസ്യ ശുശ്രൂഷ മുഴുവൻ സമയവും തന്നെ പിശാച് ബാധിച്ചവരെ അവരെ രക്ഷിച്ചു. അതായത് ഡെലിവറൻസാണ്. രോഗികൾക്ക് സൗഖ്യം കൊടുത്തു, അന്ധർക്ക് കാഴ്ച കൊടുത്തു. ഇതെല്ലാം ചെയ്തത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ്. അതുകൊണ്ടാണ് ഈ 10-ാം അധ്യായത്തിൽ മുകളിലോട്ട് വായിക്കുമ്പോൾ പത്രോസ് പരിശുദ്ധാത്മാവ് നിറഞ്ഞു നിന്നിട്ട് അപ്പോസ്തലപ്രവൃത്തി പ്രവൃത്തികളാണ്. ഉയർപ്പ് കഴിഞ്ഞാൽ പിന്നെ പ്രവൃത്തി വേണമേ. പ്രവൃത്തിയില്ലാതെ വീണ്ടും അടുത്ത വർഷവും ഇതുപോലെ 50 നോയമ്പ് എടുക്കുകയാണെങ്കിൽ വീണ്ടും നമ്മൾ പുറകോട്ട് പോകുന്നതിന് പകരം ഉയർന്ന തലത്തിലോട്ട് കയറാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ടാണ് അപ്പോസ്തല പ്രവൃത്തിയിൽ പത്രോസ് പറയുന്നുണ്ട്, ദൈവത്തിന് മുഖപക്ഷമില്ല എന്നും കർത്താവിന് മുഖപക്ഷം ഇല്ല. നമ്മൾ അവരുടെ ദൈവം ഇവരുടെ സഭയെന്നൊന്നും പറഞ്ഞ് ഇനി ദൈവത്തിനെ മാറ്റി മുറിച്ച് കളയല്ലേ. ഈ കർത്താവ് മനുഷ്യ കുലത്തിന് വേണ്ടി ഇറങ്ങി വന്നവനാണ്. അവൻ ചെയ്യേണ്ടത് ചെയ്തുവെന്ന് ഉറപ്പോടെ നമുക്ക് ധൈര്യം ഇല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരോട് എങ്ങനെയാണ് പറയും? എനിക്ക് ധൈര്യം വരണമെങ്കിലും പരിശുദ്ധാത്മാവ് വരണം. ഞാൻ നിവർന്ന് നിൽക്കണമെങ്കിലും പരിശുദ്ധാത്മാവ്. അപ്പം നമ്മളിൽ അധിവസിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് എത്രമാത്രം നമ്മൾ സ്വാതന്ത്ര്യം കൊടുക്കുന്നുവോ അത്രമാത്രമേ അതായത് വിഹായസിൽ കഴുകനെ പോലെ പറന്നുയർന്ന് പറക്കണ്ട ഇന്നും നമ്മൾ താഴോട്ട് നോക്കി ജീവിക്കാൻ തുടങ്ങിയ കർത്താവിന് സങ്കടമാണ്. കർത്താവ് പറയുന്നു, ദൈവത്തിന് മുഖപക്ഷമില്ല എന്നും ഏത് ജാതിയിലും അവനെ ഭയപ്പെട്ട് നീതി പ്രവർത്തിക്കുന്നവനെ അവൻ അംഗീകരിക്കുന്നുവെന്ന് ഞാനിപ്പോൾ യഥാർത്ഥമായി. അപ്പോൾ ഏത് വ്യക്തിക്കും ഏതവസ്ഥയിലും യേശുവിലേക്ക് കടന്നു വരാം. അതുകൊണ്ട് നമ്മൾ ഒരാളെയും വിധിക്കരുത്. നമ്മൾ വിധിക്കാതെ ദൈവം എന്നോട് എന്ത് ചെയ്യാൻ പറയുന്നു അത് മാത്രം ചെയ്യുക. നമ്മൾ പലപ്പോഴും ഞാൻ ഈ പ്രൊഫസി പറയുന്നിടത്തും ഡെലിവറൻസ് മിനിസ്ട്രി പോകുന്നിടത്തൊക്കെ പലപ്പോഴും ഞാൻ കാണുന്നത് അവർ തുടങ്ങും പരിശുദ്ധാത്മാവിൽ തന്നെയാണ് പറയുന്നത്. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ അറിയാതെ ജഡം കയറി വരും. അതെപ്പോഴാണെന്ന് ഡിസേൺ ചെയ്യാൻ ഒത്തില്ലെങ്കിൽ നമ്മൾ മണ്ടത്തരം പറഞ്ഞ് ചെയ്തതെല്ലാം ഇല്ലാതാക്കി വെച്ച് പോരും. ഏതൊരു നന്മയും അനുഭവിക്കണമെങ്കിൽ ഒരു കൃപ വേണം. ഈ പ്രാർത്ഥനയ്ക്ക് കൃപയുള്ളവരും പ്രാർത്ഥനാ വീരന്മാരും വീര്യകളുമാണ് നമ്മുടെ സഭകളിലുള്ളവർ. പക്ഷേ അനുഭവിക്കാൻ സമയമാകുമ്പം അവിടെ നമുക്ക് തെറ്റുപറ്റുന്നു. കാരണം നമ്മൾ വിധിക്കും അപ്പോഴത്തേക്ക്, അല്ലെങ്കിൽ നമുക്കൊന്നേ നിരാശ വരും. കർത്താവ് പറയുന്നത് എന്നിലുള്ള പരിശുദ്ധാത്മാവ് നിറഞ്ഞു നിന്നിട്ട് ജഡശക്തിയെ മാറ്റിക്കൊണ്ട് പൂർണ്ണമായിട്ടും ആത്മാവിൻ്റെ ശക്തിയിൽ കയറാനാണ് കൂട്ടായ്മ, പ്രാർത്ഥന, ഉപവാസം ഇതെല്ലാം ആവശ്യം.
അതുകൊണ്ടാണ് 40 ദിവസം ഭക്ഷണം കഴിക്കാതെയും വെള്ളം കുടിക്കാതെയും ഇരുന്ന ക്രിസ്തുവിനും മോശയ്ക്കും ഏലിയാവിനും ഒക്കെ ആ പ്രവൃത്തികൾ ചെയ്യാനുള്ള കൃപ കിട്ടിയത്. ഈ മോശ 40 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ച് കഴിയുമ്പം സീനായി മലയുടെ മുകളിലാണ്. അത് മലയുടെ മുകളിലാണ് മോശ ഇരിക്കുന്നത്. എപ്പോഴും അങ്ങനെയാണെന്ന് പറയുന്നു. അങ്ങനെയാട്ട് അവിടെ ഇരുന്നേച്ച് ഇറങ്ങി വന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങി വന്ന് ജോലി ചെയ്യത്തേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഇരിക്കുന്നത് കൊണ്ടാണ് ഈ വലിയ ചെങ്കടൽ രണ്ടായിട്ട് മുറിക്കാനും ഫറവോൻ്റെ മുമ്പിൽ ചെന്നിട്ട് എൻ്റെ ജനതയെ, ദൈവം പറയുന്നു എൻ്റെ ജനതയെ എന്നെ സ്തുതിപ്പാൻ, ദൈവത്തെ വർഷിപ്പ് ചെയ്യാൻ വിട്ടയക്കാം, ലെറ്റ് മൈ പീപ്പിൾ ഗോ എന്ന് വർഷിപ്പ് ചെയ്ത് പറയാനുള്ള ശക്തി കിട്ടിയത് ബിക്കോസ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്, ദൈവത്തിൻ്റെ അടുപ്പം. അത് ക്രിസ്തുവിൽ ആ ഹോളി സ്പിരിറ്റ് തന്നെയാണ് പ്രവർത്തിച്ചതെങ്കിൽ അതേ ഹോളി സ്പിരിറ്റ് നമ്മളിൽ നിറയണം ദൈവം ആഗ്രഹിക്കുന്നു. അത് കർത്താവ് 14-ാം അധ്യായത്തിൽ യോഹന്നാൻ പറയുന്നുണ്ട്, ഞാൻ പോയാൽ നിങ്ങളെ ഒരിക്കലും അനാഥരായിട്ട് വിടുകയില്ല. ഞാൻ പോയാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, പിതാവ് പരിശുദ്ധാത്മാവിനെ നിങ്ങളിലേക്ക് അയക്കും. പിതാവ് പരിശുദ്ധാത്മാവിനെ ലഭിക്കുവോളം നിങ്ങൾ ഈ ടാരിയും ജെറുസലേമിൽ ഇരിക്കണം. പരിശുദ്ധാത്മാവ് ലഭിക്കാൻ വേണ്ടി ഒരു കാത്തിരിപ്പുണ്ട്. അത് കാത്തിരിപ്പുണ്ടെന്ന് പറയുമ്പോൾ അത് കാത്തിരിക്കാതെ എങ്ങനെയാണ് അത് അറിയുന്നത്? ദൈവം തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു യെരുശലേമിൽ തന്നെ, അപ്പോഴത്തേക്കൊക്കെ അവർക്ക് പരിശുദ്ധാത്മാവിൻ്റെ കുറച്ചും കൂടെ വിവേകം വന്നു, അതായത് ഡിസേൺ ചെയ്യാൻ തുടങ്ങി. നമ്മളും അങ്ങനെ ആയിരിക്കണം. കർത്താവിൻ്റെ ആത്മാവ് പറയുന്നു പരിശുദ്ധാത്മാവ് എന്നിലുണ്ട് നിങ്ങളിലുണ്ട്. ആ കർത്താവ് പറയുന്നത് നസറേനായ യേശുവിനെ ദൈവം, പിതാവാം ദൈവം പരിശുദ്ധാത്മാവെന്നാലേ ശക്തി വരത്തുള്ളൂ. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ സെർമൺ അല്ലെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷങ്ങൾക്കുള്ള പ്രത്യേകത അവൻ അധികാരമായിട്ട് പറഞ്ഞു പ്രവർത്തിച്ചെടുത്തു. നമുക്ക് അധികാരവും ബലവും വരണമെങ്കിൽ അത് ഈ ഉറക്കിടന്ന് ബഹളം വെക്കുന്നതല്ല. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ പറയുമ്പം ദുരാത്മാവിന് അല്ലെങ്കിൽ അന്ധകാര ശക്തിക്ക് അറിയാം ഇവരേത് സോഴ്സിലാണ് ഇത് പറയുന്നത്. അതുകൊണ്ടാണ് പ്രോഫസി പറയുമ്പം ആദ്യമേ പരിശുദ്ധാത്മാവിൽ തുടങ്ങിയെങ്കിലും അറിയാതെ നമ്മൾ ജഡത്തിലോട്ട് കയറാം. അതുകൊണ്ട് വീണ്ടും വീണ്ടും നിർത്തി വെച്ച് പ്രാർത്ഥിച്ച് വീണ്ടും ആത്മാവിലാകണം. ഇടയ്ക്ക് നിർത്തി നമ്മൾ മല കയറുന്ന പോലെ ഘട്ടം ഘട്ടമായിട്ടാണ് ദൈവം വെളിപ്പെടുത്തി തരുന്നത്. ഈ സിയോന്റെ മലയുടെ മുകളിൽ ഒരു ദിവസം കൊണ്ട് കയറാനൊക്കത്തില്ല. യു ഗോ ഓൺ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. ഓരോ പടിയിൽ യുദ്ധമുണ്ട്. അങ്ങനെ നമ്മൾ ജീവിക്കാൻ പഠിക്കണം. എബ്രായ ലേഖനം 4:15 ഈ കർത്താവ് നമ്മളെ പരിശുദ്ധാത്മാവിൽ നിറച്ച് കഴിയുമ്പോൾ നമ്മുടെ അകത്തെ മനുഷ്യന് പുഷ്ടി പിടിക്കുക എന്ന് പറയും. അകത്തെ മനുഷ്യൻ, ഞാൻ ആത്മീക ഗോളത്തിലെ ജയം കഴിഞ്ഞിട്ട് വേണം ജഡീക ഗോളത്തിൽ പ്രഖ്യാപിക്കാൻ പോലും. നമ്മൾ യുദ്ധം പ്രാർത്ഥിച്ച് ജയിച്ചു കഴിഞ്ഞിട്ടേ വിളിച്ചു പറയാവൂ. പ്രാർത്ഥിച്ച് ജയിക്കാൻ ദൈവം നമുക്ക് കൃപ തന്നിട്ടുണ്ട്. പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കും. കർത്താവ് ആദ്യമേ പ്രാർത്ഥിക്കുമ്പോൾ ചില സന്ദർഭങ്ങളിൽ ചിലർക്ക് വേണ്ടി കർത്താവ് പറയും പ്രാർത്ഥിക്കേ വേണ്ട അവർക്ക് വേണ്ടി എന്ന് പറയും. അതെപ്പോഴും പറയും. കർത്താവ് ഇടയ്ക്കിടയ്ക്ക് പറയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. കാരണം അവരുടെ പോക്ക് ശരിയല്ല. പക്ഷെ നമ്മൾ പിന്നെയും പ്രാർത്ഥിക്കും. കർത്താവ് നമ്മളെയും കൂടെ ടെസ്റ്റ് ചെയ്യാണ്. നമ്മൾ പിന്നെയും പ്രാർത്ഥിക്കും. കുറച്ച് കഴിയുമ്പോൾ കർത്താവ് പറയും അവരുടെ ആ വിഷയത്തിന് വേണ്ടി നിങ്ങൾ എടുക്കുക. ഈ കല്ല് പോലുള്ള ഹൃദയം മാറ്റി കൊടുക്കാൻ പ്രാർത്ഥിക്കുക. അങ്ങനെ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കാൻ നമ്മൾ കാണും. അപ്പം നമ്മൾ ഇൻറ്റർസീഡ് ചെയ്യുകയാണ്. യേശുക്രിസ്തു ഇന്ന് ഇൻറ്റർസീഡ് ചെയ്തുകൊണ്ടിരിക്കുക നമുക്ക് വേണ്ടി. കർത്താവ് പറയുന്നത് എബ്രായ ലേഖനത്തിനകത്ത് 15 നമുക്കുള്ള മഹാപുരോഹിതൻ ആരാണ്? ഇപ്പോൾ യേശു ഉയർത്തെഴുന്നേറ്റ യേശു നമ്മുടെ മഹാപുരോഹിതനായി. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ, എനിക്ക് ബലഹീനതയുണ്ട്, മക്കൾക്കുണ്ട്, മറ്റുള്ളവർക്കുണ്ട്, നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല. ഇറ്റ്സ് കോൾഡ് കമ്പാഷനേറ്റ് ഹാർട്ട്. ചിലർ വരത്തില്ല അവനെ കഴിഞ്ഞ പ്രാവശ്യം കുഴിയിൽ നിന്ന് രക്ഷപ്പെടുത്തി, പിന്നെയും നടാ കുഴി കിടക്കുന്നു, ഇനി അവിടെ കിടക്കട്ടെന്ന് പറയും. ശരിയാണ്. കർത്താവ് വീണ്ടും വീണ്ടും വരുന്നു. കമ്പാഷനേറ്റ്. എത്ര പ്രാവശ്യം ക്ഷമിക്കണം? 70 വട്ടം. എത്ര സംഖ്യയില്ലാതെ പോലെ ക്ഷമിക്കണം എന്നാണ് പറയുന്നത്. ഇതൊക്കെ നമ്മൾ ചെയ്യാൻ പാടാണെങ്കിലും അറിഞ്ഞിരുന്നാൽ കുറേയെങ്കിലും വളരും. കർത്താവ് വളർത്താൻ ആഗ്രഹിക്കുന്നു. കർത്താവ് പറയുന്നത് സഹതാപം കാണിപ്പാൻ കഴിയാത്തവൻ, പാപമൊഴികെ സകലത്തിലും നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ടവൻ അത്രേ നമുക്കുള്ളത്. അതുകൊണ്ട് നമ്മുടെ പ്രയാസം യേശുവിന് അറിയാം. 10 പ്രാവശ്യം വീണാലും ഇവൻ 11-ാം പ്രാവശ്യം വീഴുമെന്ന് ദൈവത്തിനറിയാം. പക്ഷെ എന്നാലും കർത്താവ് തള്ളിക്കളയത്തില്ല. ആ ഒരു സത്യം മനസ്സിലാക്കിയാൽ നമ്മൾ ആർക്കു വേണ്ടിയും പ്രാർത്ഥിക്കില്ലേ? പ്രാർത്ഥിക്കാൻ നേരത്ത് ഈ പലരും ഈ TV പ്രോഗ്രാം കണ്ട് പ്രാർത്ഥിക്കാൻ പറയുമ്പോഴും
ഞാൻ നോട്ട് ചെയ്യുന്ന ഒരു സത്യം, പ്രാർത്ഥിക്കാമെന്ന് ഞാൻ പറയുമ്പോൾ അവർക്ക് അതിശയം വരും. നമുക്കിപ്പം തന്നെ അങ്ങ് പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് പലപ്പോഴും ഞാൻ പറയും പിന്നെ ഇനി അത്യാവശ്യമുണ്ട് എന്നെ വിളിച്ചാൽ മതി. പലപ്പോഴും പിന്നെ കിട്ടിയെന്ന് പറഞ്ഞാണ് എന്നെ വിളിക്കുന്നത്. കാരണം ആ ഒരു ടൈമിൽ അവരുടെ ആ പ്രയാസത്തിൽ അവരെ ഒന്ന് പിടിച്ചൊന്ന് പൊക്കിലൊന്ന് കെട്ടി വിട്ടു. എന്നാൽ ചില കാര്യങ്ങളിൽ ഒത്തിരി താമസിക്കുന്നതുമുണ്ട്. ബിക്കോസ് ക്യാരക്ടർ ബിൽഡിങ് ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ ഈ കാര്യം നേടുന്നതിലല്ല ദൈവത്തിന് പ്രാധാന്യം, നമ്മുടെ സ്വഭാവങ്ങളെ ശുദ്ധീകരിച്ച് അവനെപ്പോലെ ആകുക. അതുകൊണ്ട് എന്താ പറയുന്നത്? അതുകൊണ്ട് കരുണ ലഭിപ്പാനും കൃപയെന്നല്ല ഇവിടെ എഴുതിയിരിക്കുന്നത്, കരുണ ലഭിക്കാൻ. ഈ കരുണ എന്ന് പറയുന്നത് ഞാൻ എന്നെ കഴുകമരത്തിൽ നാളെ കയറ്റുമെന്നുള്ളത് നിശ്ചയമാണ്. പക്ഷേ എൻ്റെ അമ്മയുടെ പ്രാർത്ഥന കൊണ്ട് ഇന്ന് രാത്രിയിൽ എൻ്റെ കഴുകുമരത്തിന് പകരം കർത്താവ് ആ കഴുകുമരം ഏറ്റെടുത്തു. അതിനാൽ ഐ ആം സെറ്റ് ഫ്രീ. അതാണ് കരുണ. അർഹിക്കുന്നതായ ശിക്ഷ എനിക്ക് ലഭിക്കാതെ വേറൊരാളെൻ്റെ ശിക്ഷ ഏറ്റെടുത്തിരിക്കുന്നു. അതുകൊണ്ടാണ് കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായത്തിന്. പിന്നെ ഉടനെ കൃപ ഇങ്ങോട്ട് വരികയാണ്. തക്ക സമയത്ത് സഹായത്തിനുള്ള, അതായത് ഐ ആം ഇന്നസെൻ്റ് എന്ന് ഡിക്ലെയർ ചെയ്യാതെ എനിക്ക് അനുകൂലം കിട്ടത്തില്ല. അത് ഞാൻ ഈ കഴുത്തേലിരിക്കുന്ന കുടുക്ക് അത് യേശു അഴിച്ചു മാറ്റി അപ്പച്ചൻ്റെ കഴുത്തേലാക്കി, യേശുവിൻ്റെ കഴുത്തേലാക്കി. അതുകൊണ്ട് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി ധൈര്യത്തോടെ കൃപാസനം. അതുകൊണ്ട് ഏത് പാപിക്ക് വേണ്ടി ഏത് സാഹചര്യത്തിലും കൃപാസനത്തിൽ കൊണ്ടുവരാൻ സാധിക്കും. അതാ പരിശുദ്ധാത്മാവ് വരുമ്പോഴുള്ള ഗുണം. ഗ്രേഡൊന്നും ഇല്ലെന്നേ. ചെറുത് വലുത് 10 വർഷം 20 വർഷമായിട്ട് പോയതാണ്, വർഷം മാറി നിൽക്കുക. 8 വർഷം മാറി നിൽക്കുന്ന ഭാര്യയും ഭർത്താവ് ഒന്നിച്ചു ചേർന്ന് എനിക്കറിയാം. 13 വർഷം മിണ്ടാതിരുന്ന് ഒരേ വീട്ടിൽ അങ്ങേ മുറിയിലും ഇങ്ങേ മുറിയിലാണ് കിടക്കുന്നത് ഒന്നിച്ചായിട്ടുള്ളവരെ എനിക്കറിയാം. നമുക്ക് പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കാം. നസ്രായനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തതുപോലെ നമ്മുടെ കൂടെ നിന്ന് കർത്താവ് നമ്മളെ പരിശുദ്ധാത്മാവ് നിറയ്ക്കും. അവൻ ചെയ്തതും ക്രിസ്തു ചെയ്തതിലധികമായ പ്രവൃത്തി ചെയ്യാൻ നമ്മളെ കൊണ്ട് സാധിക്കുമെന്ന് യേശു ക്രിസ്തു പറയുന്നു. അതിൽ വിശ്വസിക്കാം. നാഥ, പരിശുദ്ധാത്മാവിൽ നിറയാതെ ഒരു കാര്യം ചെയ്യാനൊക്കത്തില്ല. നമ്മുടെ ബുദ്ധിക്ക് അതീതമായ കാര്യങ്ങൾ, അസാധ്യമെന്ന് തോന്നുന്ന കാര്യം, ഇതിനൊന്നും ഒരു ഉത്തരവും കിട്ടാൻ സാധ്യതയില്ലെന്ന് വിചാരിക്കുന്ന സാഹചര്യങ്ങളിൽ നീ ഞങ്ങളോട് പറയുന്നു, കരുണ ലഭിപ്പാൻ വേണ്ടി തക്ക സമയത്ത് കൃപാസനത്തിലേക്ക് കർത്താവേ, നിൻ്റെ കൃപാസനം ധൈര്യസമേതം കയറി വരാൻ, പുറത്ത് മാറി നിൽക്കാതെ ഏത് സ്റ്റേജിലാണേലും കയറി. അവിടെ ഒരു വേറെ വലുതോ ചെറുതോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഇല്ല കർത്താവേ. നിനക്കൊരു മുഖപക്ഷമൊന്നുമില്ല. ഇവൻ ഏറ്റവും പാപം ചെയ്തും ചെറിയ പാപം ചെയ്തും എല്ലാവർക്കും കയറി വരാം. അവിടെ ഈ വാതിലിത് അപ്പച്ചനങ്ങോട്ട് തുറന്ന് വെക്കുമ്പോൾ അനേക മക്കളെ ഇതിനകത്തോട്ട് തള്ളിക്കയറ്റുക. അപ്പച്ച കയറട്ടെ, കയറുന്നവരെല്ലാം കയറട്ടെ, സംശയിച്ച് നിൽക്കുന്നവരൊക്കെ തള്ളിക്കയറ്റുക. അപ്പച്ചൻ അവരോട് പ്രവർത്തിച്ചേ പറ്റൂ. സ്വർഗമണ്ഡലത്തിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവരോട് അപ്പച്ചൻ ഇടപെട്ടുവല്ലോ. കർത്താവേ, നീ കർത്താവ് വിളവ് നിറഞ്ഞു കിടക്കുകയാണ്, ജോലിക്കാരോ കുറവ്. വിളവെടുക്കാൻ തക്കവണ്ണം യോഗ്യരായ മക്കളെ, മരുമക്കളെ, കൊച്ചുമക്കളെ, അനേക മക്കളെ ഒരുക്കിയെടുക്കണമേ. ആത്മീയ കുളത്തിൽ അനേക മക്കളുണ്ടല്ലോ കർത്താവേ, അവരെയൊക്കെ ഒന്ന് ഉയർത്തിയെടുത്ത് എൻ്റെ സുവിശേഷത്തിൻ്റെ വയലിലോട്ട് പറഞ്ഞു വിടുന്നു. നാഥനത് ചെയ്യാൻ പോകുന്നതിനും ചെയ്യുന്നതിനും നന്ദി കർത്താവേ. എക്യുപ് ദം ലോർഡ്, ബലപ്പെടുത്തപ്പച്ച. പരിശുദ്ധാത്മാ പഠിപ്പിച്ചെടുക്കണം. പരിശുദ്ധാത്മാവിനെ അനുസരിക്കുന്നൊരു ഹൃദയം തരണം. ദൈവത്തിൻ്റെ ആത്മാവ് ഞങ്ങളുടെ മേലെ തലമുറയായിട്ട് അബ്രഹാമിൻ്റെ, ഇസഹാക്കിൻ്റെ, യാക്കോബിൻ്റെ ദൈവം ഞങ്ങൾക്ക് വേണ്ടി നിൻ്റെ രക്തത്താൽ മുദ്രയിട്ടിരിക്കുന്നതിനാലും നിൻ്റെ പരിശുദ്ധാത്മാവിനെ നിറച്ച് ബലം തന്നതിനാലും പ്രാർത്ഥനയ്ക്ക് ഉത്തരം തന്നതിനാലും നന്ദി പറയുന്നു. യേശു ക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ. ആമേൻ.